ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടമായ തെരളയപ്പമാണ്. അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: 1/2 കിലോ വറുത്ത അരിപ്പൊടി, അരമുറി തേങ്ങ ചെരുവിയത്, ഏലക്ക പൊടിച്ചത്. ഇനി 1/2 കിലോ മാവിന് ഏകദേശം ഒരു 400 ഗ്രാം ശർക്കര നമുക്കിത് പാവ് കാച്ചി എടുക്കണം. ഞങ്ങളിവിടെ ചെറിയ നാടൻ പാളയംകോടൻ പഴമാണ്. ഇനി നമുക്ക് ശർക്കര പാവ് കാച്ചി എടുക്കാം. ഈ ശർക്കര പാവ് കാച്ചാനായി നമുക്ക് കുറച്ച് വെള്ളം ചൂടായി വെള്ളത്തിലേക്ക് ശർക്കര ഇടാം. അപ്പം നല്ല റോസ്റ്റഡ് അരിമാവിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നമ്മൾ പഞ്ചസാര ചേർത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടാണ്. അതിലേക്ക് നല്ല നാടൻ പാളയംകോടൻ പഴം ഒരു 2 എണ്ണം ചേർക്കാം. കൂടിപ്പോരുത്, കൂടിയാൽ അതിന് കട്ടി കിട്ടത്തില്ല. ഇനി മാവിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മയമായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പാവ് കാച്ചി ശർക്കരകൾ ചേർത്ത് കൊടുക്കാം. ചൂടായതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ വെച്ച് ഒഴിക്കുന്നത്. ഇനി കുറച്ച് നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. അങ്ങനെ നമ്മൾ തെരളയപ്പം ഉണ്ടാക്കാനായി ഇഡ്ഡലി കുട്ടം ഗ്യാസിലേക്ക് വെക്കാം. ഇനി അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് 2-3 തെരളിയില ഇടണം, എങ്കിലേ നല്ല മണം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ തെരളിയില എടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ മാവ് ഇങ്ങനെ ഒരു പോർഷൻ ആദ്യം നമ്മൾ ഇതിലിങ്ങനെ വെക്കണം. വെച്ചിട്ട് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ ഒരു പോർഷൻ മാവ് ഇതിനകത്തേക്ക് വെക്കണം. വെച്ചിട്ട് തെറുത്ത് ഇതിങ്ങനെ കൊണ്ട് കുത്തണം. കണ്ടോ? ഇത് നല്ല ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കി. ഞങ്ങളുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഇനി അവസാനം ഇനി നമുക്ക് വെള്ളം തിളച്ചൊന്ന് നോക്കിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാം. വെക്കുമ്പോൾ നമ്മൾ ഇത് അഴിയാത്ത രീതിയിൽ വേണം വെക്കാൻ. ഇനി നമുക്ക് മൂടി വെക്കാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. നല്ല മണം അടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് ചൂടായതുകൊണ്ട്
ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മളെ കൈ അതിൽ നനയ്ക്കണം, അല്ലെ കൈയെല്ലാം ചൂടായി. എന്നിട്ട് ഇങ്ങനെ എടുക്കണം, കണ്ടോ? വീണ്ടും നമ്മൾ കൈ നനയ്ക്കണം, അല്ലെ കൈ പൊള്ളും. ഞങ്ങളെ ഈ തെരളിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ടും ചെയ്യണം. താങ്ക് യു.